ഒരു മലയാളി ഗൾഫിൽ നിന്നും ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോൾ ചിലർ ആദ്യം നോക്കുന്നത് മുഖത്തേക്കായിരിക്കില്ല, ബാഗിന്റെ വലിപ്പം എത്ര എന്നുള്ളതാണ്. ഇന്നും പലരും വിശ്വസിച്ചിരിക്കുന്നത് ഗൾഫ് എന്ന് പറഞ്ഞാൽ റിച്ച് ലൈഫ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ട്രൂത്ത് എന്താണെന്ന് അറിയാമോ? ചിലർക്ക് അത് സത്യമായിരിക്കും, വേറെ ചിലർക്ക് അത് വെറും ആക്ടിംഗ് ആണ്. നമസ്കാരം. ഈ വീഡിയോ ചെയ്യുന്നത് ആരെയും ഇൻസൾട്ട് ചെയ്യാനല്ല, ഒരു റിയാലിറ്റി തുറന്നു പറയാനാണ്. ഗൾഫിലേക്ക് ജോലിക്ക് പോയേക്കുന്ന എല്ലാവരും റിച്ച് അല്ല, പക്ഷേ നാട്ടിൽ ഇന്നും പലർക്കും അത് മനസ്സിലാവുന്നില്ല. ഈ ഇമേജ് എങ്ങനെ ഉണ്ടായി, അത് ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 മെയിൻ കാരണങ്ങളാണ് മലയാളിയുടെ മനസ്സിൽ ഈ ഇമേജ് ബിൽഡ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് പഴയ ഗൾഫ് ഇമേജ് ആണ്. ഒരു കാലം ഉണ്ടായിരുന്നു ഗൾഫിലേക്ക് പോകുന്നത് ലൈഫ് തന്നെ മാറുന്ന ഡിസിഷൻ ആയിട്ടുള്ളത്. 90കളിലും 2000ത്തിലും കേരളത്തിൽ നല്ല ജോലി കുറവാണ്, സാലറി വളരെ തുച്ഛമാണ്. ആ കാലഘട്ടത്തിൽ ഗൾഫ് ഇൻകം ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. അന്ന് ഒരു വിസ കിട്ടുക എന്നുള്ളത് ആ ഒരു കുടുംബത്തിന്റെ തന്നെ തലവര മാറ്റുന്നതായിരുന്നു. ഗൾഫിലേക്ക് ആദ്യം പോകുന്നവർ ചെയ്യുന്നത് ആദ്യം ഒരു വീട് വെക്കും, പെങ്ങന്മാരുണ്ട് അവരെ കല്യാണം കഴിപ്പിച്ചയക്കും, കടങ്ങളുണ്ട് അത് വീട്ടും, പിന്നെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കും. അതൊക്കെ കൊണ്ടാണ് മലയാളിയുടെ മനസ്സിൽ ഈ ഇമേജ് ഉറച്ചു പോയത്. ആളുകൾ കരുതും ഗൾഫ് ഈസിക്കൽ ടു മണി മെഷീൻ. ഒരു ജനറേഷന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ വിശ്വാസം റൂട്ടഡ് ആയിരിക്കുന്നത്. അത് തെറ്റല്ല, പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആണ്. ഇനി രണ്ടാമത്തെ റീസൺ നോക്കാം, സോഷ്യൽ മീഡിയ ഇല്യൂഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ ദുബായിൽ ഒരാൾ റെന്റ് കൊടുക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്യുവാണ്. അദ്ദേഹം ഇപ്പൊ വീക്കെൻഡിൽ അല്ലെങ്കിൽ സൺഡേയിൽ പോയിട്ട് ഒരു മാളിൽ പോയിട്ട് റീൽ അങ്ങ് എടുത്തിടുന്നു. ഒരു EMI വെച്ചിട്ട് ഒരു കാർ വാങ്ങുന്നു, അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. മൾട്ടി മില്യണർ തോറ്റു പോകുന്ന വിധത്തിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ സക്സസ് ആണ്, അല്ലെ? അവരുടെ ഹാർഡ്ഷിപ്പ് ഒരിക്കലും അവർ ഷോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ പീപ്പിൾ പോർട്രേ ദെയർ ഹൈലൈറ്റ്, നോട്ട് ദെയർ ഹാർഡ്ഷിപ്പ്. മറ്റുള്ളവർ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താണ്, ഇതാണ് അവന്റെ ഡെയിലി ലൈഫ് എന്നാണ്. സപ്പോസ് ഇന്ന് ഞാൻ 10 മണിക്കൂർ 45 ഡിഗ്രി ചൂടിൽ ആണ് ജോലി ചെയ്തിട്ട് റൂമിൽ വന്നത്. എനിക്ക് നല്ല തലകറക്കമുണ്ട്, പക്ഷെ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുവോ? ഇല്ല. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, സെയിം ആള് തന്നെ ഒരു ഈറ്റ് ഔട്ടിന് മാസത്തിൽ ഒരു ടൈം വെളിയിൽ പോകുന്നത്, അത് പോർട്രേ ചെയ്യും. അപ്പൊ ആളുകൾ എന്ത് ചിന്തിക്കും, അവന്റെ ഡെയിലി ലൈഫ്, അവന്റെ ജീവിതം അങ്ങനെയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. സോ ഹൈലൈറ്റഡ് ലൈഫ് ഈസ് നോട്ട് ഈക്വൽ ടു റിയൽ ലൈഫ്. ഇനി ഒരു റീസൺ കൂടിയുണ്ട്, അതിനെ ഞാൻ വെക്കേഷൻ എഫക്ട് എന്ന് വിളിക്കും. ഗൾഫിലെ ജോലി ചെയ്യുന്ന ആള് നാട്ടിൽ വരുന്നത് വെക്കേഷൻ മോഡിലാണ്. 1 വർഷമോ 2 വർഷമോ ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് അവൻ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വരുമ്പോൾ അവൻ എന്താണ്, എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ടുവരും, എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും, അവൻ നല്ല ഡ്രസ്സ് ഇടും, ഒന്നിനും നോ പറയില്ല. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, അവന്റെ ഡെയിലി ലൈഫ് അങ്ങനെയാണെന്നാണ്. പക്ഷെ അത് 30 ഡേയ്സ് വേർഷൻ ആണ്, 365 ഡേയ്സ് അങ്ങനെ അല്ല. ഒരാള് വെക്കേഷനിൽ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അവനെ ജഡ്ജ് ചെയ്യുന്നത് ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ലോജിക്ക് ഗൾഫ് വർക്കേഴ്സിനും ആപ്ലിക്കബിൾ ആണ്. ഇനി ആരും കാണാത്ത ഒരു സൈഡ് ഞാൻ പറയാം.